സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടപ്പിലാക്കിയതിന് എതിരെ പ്രതിഷേധവുമായി സമസ്ത. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബ ഡാൻസ് എന്ന് SYS സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി വിമർശിച്ചു. മേനിയഴക് പ്രകടിപ്പിക്കാനും ഇടകലർന്ന് ആടിപ്പാടാനുമാണ് സൂംബ ഡാൻസ് എന്നും നാസർ ഫൈസി കൂടത്തായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സൂംബ ധാർമ്മികതയ്ക്ക് ക്ഷതം ഏൽപ്പിക്കുമെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിമർശനവുമായി രംഗത്തെത്തി. അതേസമയം സൂംബയിൽ എന്താണ് തെറ്റെന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ ചോദ്യം. ആരോഗ്യത്തിന് നല്ലതാണ് സൂംബ, അത് നടപ്പാക്കാൻ ആരോടാണ് ആലോചിക്കേണ്ടതെന്നും ആർ ബിന്ദു പറഞ്ഞു. ഇത്ര കൂടിയാലോചന വേണ്ടത്? സൂംബ കുട്ടികൾ ചെയ്യുന്നത് അവർക്കും പൊതുസമൂഹത്തിനും വളരെ ഗുണകരമാണ് എന്നുള്ളത് ഏത് ആൾക്കും പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്ന കാര്യമാണ്. അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും രണ്ടും ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. 2025 19-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ പ്രാകൃത മധ്യകാലത്തോ ഒന്നല്ലല്ലോ നിൽക്കുന്നത്. രതീഷ് വാസുദേവൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രതീഷ്, മന്ത്രി എന്തായാലും ഇത്തരം വാദങ്ങളെയൊക്കെ പരിഹസിക്കുകയാണ്. പക്ഷേ മുസ്ലിം സംഘടനകളിൽ നിന്ന് വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. രുചീഷ്, തീർച്ചയായും നമ്മളിപ്പോൾ നാസർ ഫൈസി കൂടത്തായിയോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാർ ജനറൽ ന്യൂട്രാലിറ്റി ഒളിച്ചു കടത്തുകയാണ് ഈ സൂംബ ഡാൻസിലൂടെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള ജനറൽ ന്യൂട്രാലിറ്റി അതിനെ ആ പഠന രീതിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആശയധാരയെ അല്ലെങ്കിൽ ആ ആശയത്തെ തന്നെ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്. വലിയ വിവാദങ്ങൾ ഉൾപ്പെടെ ഉണ്ടായതാണ്. അത് ഈ വിവാദങ്ങളെ തുടർന്ന് തൽക്കാലം അതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ താഴ്ത്തി വച്ച ശേഷം ഇപ്പോൾ പുതിയ രീതിയിൽ ഈ സൂംബ ഡാൻസ് ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു ഇടകലർച്ച ഈ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരികയും അത് തുടർന്ന് ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്ക് വർദ്ധിപ്പിക്കുകയും വിപുലപ്പെടുത്തുകയുമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ അതിനോടുള്ള അവരുടെ പ്രതികരണം. ഇടകലർന്നുള്ള ഇത്തരത്തിലുള്ള പരിശീലനം, ആരോഗ്യ പരിശീലനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതല്ല വേണ്ടത്. സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിയമിക്കുകയാണ് വേണ്ടത്. അത്തരത്തിൽ കായിക അധ്യാപകരെ നിയമിച്ചുകൊണ്ടുള്ള പരിശീലനങ്ങളാണ്, ശാരീരിക പരിശീലനങ്ങളാണ് വേണ്ടതെന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. മാത്രവുമല്ല, ഇത് ഇത്തരത്തിലുള്ള തങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ തങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ രീതിയിൽ ഉള്ള ഒരു വ്യായാമ രീതിയോ ശാരീരിക പരിശീലന രീതിയോ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും രതീഷ്, കുട്ടികളാണ് ഡാൻസ് കളിക്കുന്നത്. കുട്ടികളെ കുറിച്ച് പോലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഈ കാലത്ത്. അത് തന്നെയാണ് മന്ത്രിയും പറയുന്നത്. ഇത് 19-ാം നൂറ്റാണ്ടൊന്നും അല്ലല്ലോ, 2025 എന്ന്. രുചീഷ്, തീർച്ചയായും ഇത്തരത്തിൽ വളരെ വിചിത്രമായ ന്യായീകരണങ്ങളാണ് ഈ ഘട്ടത്തിലും ഈ പുതിയ കാലത്തും പറയുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പിന്തിരിപ്പനായ നിലപാട് തന്നെ. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ വിശദീകരിക്കുന്ന വിശ്വാസധാരയെ സംബന്ധിച്ച് ഇതെല്ലാം ശരിയാണ്, അവരുടെ വാദങ്ങൾ ശരിയാണ് എന്ന നിലയിൽ തന്നെയാണ് നാസർ ഫൈസി പറയുന്നത്. ഒരിക്കലും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു വ്യായാമ പരിശീലന രീതിയെ അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ശരികേടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളിതിനെ കൃത്യമായി തങ്ങളെ പ്രതിഷേധം അറിയിക്കും. സമസ്ത എന്ന നിലയിൽ തന്നെയുള്ള പ്രതിഷേധം അറിയിക്കും. അത് മാത്രമല്ല, കൂടിയാലോചിച്ചിട്ട് വിവിധ മുസ്ലിം സംഘടനകളുമായി കൂടിയാലോചിച്ചിട്ട് അങ്ങനെയും അറിയിക്കാനുള്ള ശ്രമം നടത്തും. എന്തായാലും ഇത് പ്രതിഷേധാർഹമാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് ജനറൽ ന്യൂട്രാലിറ്റി ഇടതുപക്ഷ ഗവൺമെൻറ് ഒളിച്ചു കടത്തുന്നു എന്ന വലിയ ആരോപണം കൂടി നാസർ ഫൈസി കൂടത്തായി ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നും കൂടെ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ പിന്തിരിപ്പനായ ഒരു നിലപാട് എന്ന് തന്നെയാണ് പൊതുവെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ വരുന്നത്. സ്കൂളുകളിൽ നിന്ന് പോലും അധ്യാപകരും അത്തരത്തിൽ രക്ഷകർത്താക്കളും PT അംഗങ്ങളും ഒക്കെ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടായി ഈ വിവാദ പ്രതികരണങ്ങൾക്ക് ശേഷം. രുചീഷ്, അത് തന്നെയാണ് രതീഷ് വാസുദേവൻ. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഈ മുസ്ലിം കുട്ടികൾ തന്നെ ഒരുപാട് ആളുകൾ നൃത്തം ചെയ്യുന്നു. അവരുടെയൊക്കെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒന്നുമില്ലാത്ത പ്രശ്നങ്ങൾ ചില സാമുദായിക നേതാക്കൾ ഉയർത്തി അത് വലിയ വിഷയമായി കൊണ്ടുവരികയാണ്.